ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പ്രിയപ്പെട്ടവർ, ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണെന്ന് നമുക്കറിയാം. ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതും ഈ അനുഗ്രഹത്തെക്കുറിച്ചാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത് നിൽക്കുന്ന ഒരാൾക്കൊന്ന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞ് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൻ്റെ മംഗളം പറഞ്ഞു കൊടുത്തേ. ഇനി നമ്മൾ അല്പസമയം വചനം പഠിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ ദിനമാണ്. ഇന്ന് അൽഫോൻസാമയുടെ ശക്തമായ മധ്യസ്ഥതയ്ക്ക് കീഴിൽ ഇവിടെ നമുക്ക് വേണ്ടി വലിയ കൃപകൾ സർവശക്തനായ ദൈവം ചൊരിയാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധി പറഞ്ഞ ഹാലേലുയാ, 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 ഹാലേലുയാ. നമുക്കെല്ലാവർക്കും അല്പസമയം കൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്നാലോ? ഒന്ന് എഴുന്നേറ്റ് നിന്നേ. അൽഫോൻസാമ ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്ത അമ്മയല്ലേ? അൽഫോൻസാമയെ പോലെ ഇച്ചിരി സഹനം, ഒത്തിരി ഒന്നുമല്ല, ഇച്ചിരി സഹനം കേട്ടോ. പുറകിലൊക്കെ നിൽക്കുന്നവരിങ്ങോട്ട് കയറി പോരുക. ഇനിയുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ നമുക്ക് നന്നായിട്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ട് ഇത് കാണാൻ വന്നവരുണ്ടാവും, തിരുനാളായതുകൊണ്ട് പോട്ട ആശ്രമത്തിൽ സന്ദർശിക്കാൻ വന്നവരുണ്ടാവും. എന്തു തന്നെയാണെങ്കിലും നീ ആലയത്തിൽ വന്ന കാരണം എന്തു തന്നെയുമാണെങ്കിലും നീ വിശ്വസിക്കുക, ഇന്ന് ഈ ആലയം വിട്ട് ഞാൻ പോകുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയിലൂടെ ഒരു അത്ഭുതകരമായ കാര്യം എന്നിൽ സംഭവിക്കും. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വാ തുറന്ന് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിങ്ങളൊന്ന് കണ്ണടച്ച് കൈകൾ കൂപ്പിക്കുകയും പ്രത്യേകിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇന്ന് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേ. വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വിശുദ്ധ അൽഫോൻസാമയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി വലിയൊരു മധ്യസ്ഥ സഹായം തേടുന്ന ദിവസം നമ്മൾ വിശ്വസിക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ വലിയൊരു മധ്യസ്ഥതയാൽ എൻ്റെ വീട്ടിൽ ഇന്നത്തെ ദിവസത്തിൽ ഒരത്ഭുതം, ഒരടയാളം, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരത്ഭുതം, ഒരടയാളം സംഭവിക്കണം. അത് നമ്മൾ വിശ്വസിക്കുക, അത് ഏറ്റെടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്തെങ്കിലും നിയോഗങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമയങ്ങളിലൊക്കെ അത് പ്രാർത്ഥിച്ചോണം കേട്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ക്യാമറയിലൂടെ കാണുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൂരങ്ങളിലുള്ളവരുണ്ട്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപ വിശുദ്ധ അൽഫോൻസാമയിലൂടെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്ത് നിൽക്കുന്ന ആളോടൊന്ന് പറഞ്ഞു കൊടുത്തേ, വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥത വഴി നിന്നിൽ ശക്തമായ കൃപ സംഭവിക്കും. പറഞ്ഞു കൊടുത്തേ. നന്നായിട്ട് പറഞ്ഞു കൊടുത്തേ. മുഖത്ത് നോക്കി ചിരിച്ചോണ്ട് പറയണം. വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലൂടെ ഇന്ന് അത്ഭുതകരമായ കാര്യം നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതായത് ഇന്ന് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മവീര്യമുള്ളവരാക്കുന്നു. അൽഫോൻസാമ പറഞ്ഞ ഒരു കുഞ്ഞു കാര്യം ഇങ്ങനെയാണ്. അതായത് ഈ മുന്തിരിപ്പഴം ചക്കിലിട്ട് അതിങ്ങനെ ചതഞ്ഞ് അത് പിന്നീട് എന്തായി മാറും? മുന്തിരി ചാറ്, അതായത് വീര്യമുള്ള വീഞ്ഞായി മാറും. വീര്യമുള്ള മുന്തിരി ചാറ് വീഞ്ഞായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. എന്നതുപോലെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ കഷ്ടതയും ഞെരുക്കവുമെല്ലാം നമ്മളെ ആത്മവീര്യമുള്ളവരാക്കും. പിടികിട്ടിയോ? നമ്മളെ എന്താക്കി മാറ്റും? ആത്മവീര്യമുള്ളവരാക്കി മാറ്റും. നമ്മളെ ആത്മശക്തിയുള്ളവരാക്കി മാറ്റും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന, കർത്താവേ എന്നെയും ആത്മവീര്യമുള്ള ആത്മശക്തിയുള്ള ഒരു വ്യക്തിയാക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. ഒരു നല്ല വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചോണം. റോമാലേഖനം, ഉച്ചത്തിൽ പറ, റോമാലേഖനം
5-ാം അധ്യായം 3-ാം തിരുവചനം, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു, എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇതെന്നിൽ സംഭവിക്കട്ടെ. രണ്ട് കരങ്ങൾ നന്നായിട്ട് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ നമ്മുടെ എല്ലാ ഞെരുക്കവും നമ്മുടെ ജീവിതത്തിൽ ആത്മധൈര്യം ഉളവാക്കുന്നതാണ്. ആത്മശക്തി ഉണ്ടാക്കുകയാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ മധ്യസ്ഥതയിലൂടെ ഈ വലിയൊരു കൃപ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും സംഭവിക്കപ്പെടട്ടെ. പ്രത്യേകിച്ച് ക്ഷീണിച്ചവരുണ്ട്, വളരെ ദുഃഖത്തിലുള്ളവരുണ്ട്, ഓർത്തോർത്ത് വിഷമിക്കുന്നവരുണ്ട്, മടുത്തു പോയവരുണ്ട്, ചത്താമതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനൊരു ജീവിതം എന്ന് വളരെ പരാതിപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. ഒന്നിലൊരു സന്തോഷം കണ്ടെത്താത്തവരുണ്ട്. വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു വിശുദ്ധ അൽഫോൻസാമയിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മവീര്യം ഞങ്ങളിലും നിറയപ്പെടട്ടെ. വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ ശരീരത്തിലും മനസ്സിൽ പരിശുദ്ധാത്മാവേ ഉള്ളൊരുകി വിളിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അൽഫോൻസാമയോട് ചേർന്ന് ഇതാ നിന്റെ കുടുംബം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ. പോരാ 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 ആത്മാവേ, പരിശുദ്ധാത്മാവേ, the mighty power, the mighty anointing. വിശുദ്ധ അൽഫോൻസാമയിൽ നിറഞ്ഞു നിന്നിരുന്ന അതേ അഭിഷേകം എൻ്റെ മേലും നിറയട്ടെ. ആഗ്രഹിച്ചു ചേർന്ന് കയ്യൊക്കെ അടിച്ച് കണ്ണുകളടച്ച് നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു അഭിഷേകം നിറയപ്പെടാൻ പ്രാർത്ഥിച്ചേ. ദൂരങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടട്ടെ. യെസ്, പോരാ, നല്ല കൈയടി, ശക്തിയോടുകൂടെ. യെസ്, ദ ഹോളി മൈറ്റി പവർ, പരിശുദ്ധ ശക്തി എന്നിൽ നിറയുന്നു. വിശുദ്ധ അൽഫോൻസാമയിൽ നിറഞ്ഞു നിന്നിരുന്ന ആത്മവീര്യത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ നിറയുന്നു. നന്നായിട്ട് കൈയടിച്ച് ചേർന്ന് ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ സംഭവിച്ചല്ലോ കർത്താവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യരുടെ മേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. പടിയേ ആത്മാവിറങ്ങി വന്നു മനുഷ്യർക്കുമേൽ ആവസിച്ചു. പരിശുദ്ധാത്മാവേ, നിറയണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ. ആത്മാവിന്റെ അത്ഭുത ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നിറയപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം നിറയപ്പെടട്ടെ. എല്ലാ കെട്ടുകളും പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റട്ടെ. പ്രാർത്ഥനാ വരം ഓരോ വ്യക്തിയിലേക്ക് ലഭിക്കപ്പെടട്ടെ.
അനുദിന ജീവിതത്തിലെ സഹനങ്ങളെ കുരിശോട് ചേർത്ത് മനസ്സിലാക്കാൻ കൃപയും ശക്തിയും ലഭിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കണ്ണുനീരിന് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, നാവ് തുറന്ന് യേശുവേ എന്ന് വിളിച്ച്, ആബാ പിതാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ശക്തിയെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ എന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കപ്പെടട്ടെ. എല്ലാ ഇരുട്ടും മാറട്ടെ, എല്ലാ നിരാശയും മാറട്ടെ, എല്ലാ കുറ്റബോധവും മാറട്ടെ. ഇന്നലകളുടെ കൈപ്പേറിയ അനുഭവങ്ങൾ കടക്കുന്ന വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഉയർത്തട്ടെ. വലിയൊരു അഭിഷേകം ചൊരിയപ്പെടട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലേക്ക് വന്ന് നിറയുന്ന സമയം ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ നൽകും, പരിശുദ്ധാത്മാവ് നിനക്ക് അഭിഷേകം നൽകും. ഒരു പുതിയ കൃപയിലേക്ക് പരിശുദ്ധാത്മാവ് നയിക്കും. ആരാധന, 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 ആരാധന. ഓ ഹോളി സ്പിരിറ്റ്, we believe and we claim the mighty power upon us. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഞങ്ങളിലത് സംഭവിക്കപ്പെടട്ടെ, ഞങ്ങളിലത് സംഭവിക്കപ്പെടട്ടെ. ആരാധന, 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 ആരാധന. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് നീ കടന്നു പോകുന്ന ഏത് വലിയ സഹനമാണെങ്കിലും ശാരീരിക സഹനത്തെക്കാൾ വലുതാണ് ഉള്ളിൽ നീ അനുഭവിക്കുന്ന സഹനങ്ങൾ. എൻ്റെ സഹോദര സഹോദരി, നിനക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു കൃപയാണ്. ആത്മവീര്യം നിന്നിൽ നിറയണം. വിശുദ്ധ അൽഫോൻസാമ നിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് ഈ മുന്തിരിപ്പഴം അത് ചക്കിലിട്ട് ഞെരിച്ചു കഴിയുമ്പോൾ അവ ആത്മവീര്യമുള്ളവയായി മാറും. അതുപോലെ കഷ്ടപ്പാടും വേദനയുമുള്ള നമ്മുടെ ജീവിതം ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ നാമും ആത്മവീര്യമുള്ളവരായി മാറും. ഇന്നത്തെ നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നിന്റെ മേൽ നിന്നെ ബലപ്പെടുത്തുന്ന അനുഭവങ്ങളാണ്. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നീ ഭാരമായിട്ട് കാണുന്ന, വലിയൊരു സങ്കടമായിട്ട് കാണുന്ന ഏത് വിഷയത്തെയും നീ സമർപ്പിച്ചോ. പ്രാർത്ഥിക്കുന്ന അനേകര് ശാരീരിക രോഗപീഠകളെക്കാൾ വലുതാണ് നിന്റെ ഉള്ളിൽ നീ അനുഭവിക്കുന്ന സഹനം. പുറത്ത് പറയാൻ പോലും പറ്റാത്ത വണ്ണം ഉള്ളിൽ ഇങ്ങനെ വെന്തുരുകി കഴിയുന്നവരുണ്ട്. വല്ലാത്ത സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരുപക്ഷെ ചില കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം തന്നെ തകർന്നു പോകുമെന്ന് വിഷമിക്കുന്ന ചിലരുണ്ട്. മക്കളെ ഓർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എൻ്റെ സഹോദര സഹോദരി, കണ്ണുനീരോടെ പ്രാർത്ഥിക്കൂ. റോമാലേഖനം 5-ാം അധ്യായം 3-ാം തിരുവചനം, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഓ ദൈവമേ, ഈ ശുശ്രൂഷ സമയത്ത് ഇത് വിശ്വസിച്ച് ഞാൻ അത് ഏറ്റെടുക്കുന്നു. ഈ വചനം എന്നിൽ പൂർത്തീകരിക്കപ്പെടട്ടെ. ഞാൻ ഇന്ന് കടന്നു പോകുന്ന എല്ലാ ഞെരുക്കങ്ങളുടെ നടുവിലും ഈ വചനം എനിക്ക് ബലം നൽകട്ടെ. കർത്താവേ, എന്നെ ശക്തിപ്പെടുത്തണമേ. വിശുദ്ധ അൽഫോൻസാമേ, അത്ഭുതകരമായൊരു മധ്യസ്ഥം എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഈ മണിക്കൂറിൽ തന്നെ സംഭവിക്കട്ടെ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പറ, ആമേൻ, ആമേൻ, ആമേൻ. സ്വസ്ഥമായിട്ട് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ ശുശ്രൂഷ നമ്മുടെ ആത്മവീര്യം, ആത്മശക്തി വളർത്താൻ കർത്താവ് ഒരുക്കിയ ഒരു ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഈ വചനം ഇത് വെറുതെ വായിച്ചു പോകാനല്ല, ഹൃദയത്തിൽ ഉറപ്പിച്ചോണം. റോമാലേഖനം 5-ാം അധ്യായം 3-ാം തിരുവചനം പറയാണ്, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. പറഞ്ഞേ, നമ്മുടെ
നമ്മുടെ കഷ്ടതകളിൽ ഞാൻ അഭിമാനിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞ് എൻ്റെ കഷ്ടതകളിൽ. ചിലരുടെ വായിൽ നിന്ന് വരുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടോന്നാ ചിന്തിക്കുന്നത് അല്ലേ? ഇച്ചിരി കഷ്ടതയാ. ഉച്ചത്തിൽ പറഞ്ഞ എൻ്റെ കഷ്ടതയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഹല്ലേലൂയാ. എന്താ മെച്ചമെന്നറിയോ? 4-ാം തിരുവചനം പറയുന്നു, 5-ാം അധ്യായം 4-ാം തിരുവചനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 4. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. വിശുദ്ധ അൽഫോൻസാമയെ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ് അല്ലേ? മറ്റു വിശുദ്ധരോടുള്ളതിനേക്കാൾ ഇച്ചിരി കൂടുതൽ സ്നേഹം ഈ വിശുദ്ധ അൽഫോൻസാമയോട് നമുക്കുണ്ട്. പല കാരണങ്ങളുണ്ട്. സ്വർഗത്തിൽ മലയാളം അറിയാവുന്നൊരു വിശുദ്ധ എത്തിയത് അല്ലേ? അപ്പം നമുക്ക് ഭയങ്കര സ്നേഹമുള്ളതാ. നമുക്ക് ഭയങ്കര സ്നേഹമുണ്ട്. ഭാരതത്തിൽ ആദ്യത്തെ വിശുദ്ധയായ അല്ലേ, വിശുദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയായി സ്വർഗസന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരാൾ നിൽക്കുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഈ അൽഫോൻസാമയെ കുറിച്ചുള്ള ഒരു കൊച്ചു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്. പാട്ടിന്റെ വരികൾ, അതായത് അൽഫോൻസാമ ഈശോയോട് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് ആ പാട്ട് ഇങ്ങനെയാണ്. കെറുവാണോ? എന്താണ് കെറുവെന്ന് പറഞ്ഞാൽ? എന്താ? പിണക്കാണോ? അതൊരു നാടൻ ഭാഷയായിട്ട് കണക്കാക്കിയാൽ മതി അല്ലേ? പിണക്കമാണോ? അല്ലേ? പിണക്കമാണോ? കെറുവാണോ? പറഞ്ഞേ കെറുവാണോ? ഒന്നും കൂടെ പറഞ്ഞേ കെറുവാണോ? ഈശോക്കിന്ന് എന്നോട് കെറുവാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൻസാമ ഈശോയോട് ചോദിക്കുവാണ്. എന്താ ചോദ്യം? കെറുവാണോ? എന്നോട് പിണക്കമാണോ ഈശോയെ? നിനക്കിന്ന് എന്നോട് പിണക്കമാണോ? എന്നിട്ട് അടുത്ത ഒരു സെന്റൻസും കൂടെ ഉണ്ട്. അത് ആദ്യം പറയുന്നതിന് മുമ്പ് ഇതൊന്നും കൂടെ പറഞ്ഞേ. കെറുവാണോ? പറ ചേട്ടാ. കെറുവാണോ? ഈശോക്കിന്ന് എന്നോട് കെറുവാണോ? ഈ പിണക്കാണോ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? പറഞ്ഞ എന്റെ കൂടെ പറയണം. ഈ ദിവസം ഇതുവരെയും സഹനമൊന്നും തരാത്തതെന്തേ? അയ്യോ. ഈ ദിവസം പറഞ്ഞ ഈ ദിവസം ഇങ്ങനെ കൈ നീട്ടിപ്പിടി. അമ്പടാ. ഇതൊക്കെ വല്ല ആവശ്യം ഉണ്ടാച്ചാ? ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഉണ്ടെന്ന് കൈ നീട്ടിപ്പിടിച്ചേ. അൽഫോൻസാമയാ. നമ്മൾ ആരാണ്? അൽഫോൻസാമ. അപ്പൊ പറയാൻ പോവാ ഈശോയോട്. കെറുവാണോ? പറഞ്ഞ കെറുവാണോ? ഈശോക്കിന്ന് എന്നോട് കെറുവാണോ? ഈ ദിവസം ഇതുവരെയും സഹനമൊന്നും തരാത്തതെന്തേ? അമ്പടാ. നല്ല പ്രാർത്ഥന അല്ലേ? ഇവിടെ വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടാൽ മതി. എൻ്റെ ദൈവമേ, ഈ ദിവസം ഇതുവരെയും. അപ്പൊ ഇപ്പൊ ഉള്ള സഹനമൊക്കെ എങ്ങനെയാ കൊണ്ടു നടക്കണം അല്ലേ? ഈ ദിവസം ഇതുവരെയും സഹനമൊന്നും തരാത്തത് എന്താന്ന്? ഈശോയുടെ പിണക്കത്തിലാന്ന്. സഹനം കിട്ടാത്തത് കൊണ്ട് പിണങ്ങിയ ഒരു കന്യാസ്ത്രീ അമ്മ വിശുദ്ധയായി. ശ്രദ്ധിപ്പന്നെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കാരണം അൽഫോൻസാമ എന്ന് പറയുന്ന കന്യാസ്ത്രീ അമ്മ ജീവിതത്തിൽ പഠിച്ചൊരു കാര്യം പറയുവാണ്. ഈ കഷ്ടത, ഈ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മവീര്യം വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. സഹനം ഉണ്ടോ പറ. ഉണ്ടോന്ന്? അതല്ലേ ഉള്ളൂ അല്ലേ? സഹന ആവശ്യത്തിലധികം ഉണ്ട്. പക്ഷേ ആത്മവീര്യം ഉണ്ടോ? ഇല്ലെന്ന്. സഹനമുണ്ട്, പക്ഷേ ആത്മവീര്യം ഇല്ല. നമുക്കിതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ നെഗറ്റീവാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലം മൊത്തം അങ്ങനെയാണ് അല്ല? അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഈ അൽഫോൻസാമ എടുത്ത തീരുമാനങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എന്നാ മണ്ടത്തരങ്ങളാണെന്ന് നമുക്ക് തോന്നാം. ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാണ്, എൻ്റെ ജീവിതം എൻ്റെ അവകാശം, എൻ്റെ ശരീരം എൻ്റെ അവകാശം, ഇതെൻ്റെയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമെന്ന് നമ്മുടെ നാട്ടിലൊക്കെ അല്ലേ ഇൻസ്റ്റാഗ്രാം റീൽസിൽ പിള്ളേരും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അൽഫോൻസാമ കൊച്ചു പ്രായത്തിൽ എടുത്ത തീരുമാനം എൻ്റെ ജീവിതം ഈശോയ്ക്ക്. മണ്ടത്തരമല്ലേ? ഇന്നത്തെ തലമുറകളോട് നിങ്ങളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അത് മണ്ടത്തരം. കാരണം എന്താ? നിന്റെ ജീവിതം നീ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണ്ടേ, ആസ്വദിക്കണ്ടേ. അപ്പോൾ പിന്നെ ഈശോയ്ക്ക് കൊടുക്കാവോ? ചെറുപ്രായത്തിൽ തന്നെ കന്യാസ്ത്രീ ആവാൻ തീരുമാനം. സഹനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഈ കന്യാസ്ത്രീ അമ്മ ദൈവസ്നേഹത്തെ പ്രതി ഈ സഹനങ്ങളെല്ലാം ഏറ്റെടുത്തു. ഭൂലോക മണ്ടത്തരം അല്ലേ?
എൻ്റെ ശരീരം, എൻ്റെ അവകാശം, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നടക്കുന്നവരുടെ മുമ്പിൽ ഇത് മണ്ടത്തരമാണ്, വിഡ്ഢിത്തരമാണ്. കാരണം എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയുന്നത്? നിനക്ക് ആസ്വദിച്ച് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ഈ കാലഘട്ടത്തിൽ അൽഫോൻസാമ നമ്മുടെ മുമ്പിൽ നിന്നിട്ട് പറയാണ്, നിന്റെ ജീവിതത്തെ നിനക്ക് ആത്മവീര്യമുള്ളതാക്കി മാറ്റണോ, ആത്മധൈര്യമുള്ളതാക്കി മാറ്റണോ? എന്ത് ചെയ്യണം? നീ ചില കാര്യങ്ങൾ പഠിക്കണം. ശ്രദ്ധി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, ബുക്ക് ഓഫ് ജെയിംസ് ഒന്ന് തുറന്നാലോ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം. യാക്കോബ് ശ്ലീഹ 1-ാം അധ്യായം 2, 3, 4 തിരുവചനം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 2, 3, 4. 2-ാം തിരുവചനം ഇങ്ങനെയാണ്: എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. കണ്ടോ? എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകൾ, സഹനങ്ങൾ, സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പറ, സന്തോഷിക്കണമെന്ന്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് സഹനം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കണം. ഇതുവല്ല നടക്കണ കാര്യമാണോ? അല്ലേ? നമ്മുടെ മാനുഷിക ചിന്ത ഇതാണ്. അച്ഛാ, ഇതെന്നതായി പറയണേ, ഇതെന്തോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു? വചനം പറയുന്നു, എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്നിട്ട് അടുത്തത് എന്താണെന്നറിയോ? എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്നറിയാമല്ലോ. നമുക്ക് പരീക്ഷണങ്ങളും ഞെരുക്കങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് വിശ്വാസ മേഖലയിൽ ആത്മവീര്യം, സ്ഥിരത കിട്ടുമെന്ന് പത്രോസ്ലീഹ ഇതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് തുറന്നേ, 1 പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 6 and 7. 1 പത്രോസ് 1-ാം അധ്യായം 6, 7 തിരുവചനം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കണ്ടോ? എൻ്റെ കൂടെ ഒന്ന് പറയൂ, ഒച്ചത്തിലൊന്ന് പറഞ്ഞേ. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം ഒച്ചത്തിൽ പറ, കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയുള്ളതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 36. 10-ാം അധ്യായം 36-ാം തിരുവചനം. നമുക്ക് പരിചയമുള്ള മറ്റൊരു വചനം കൂടെ ഒന്ന് പഠിച്ചോളൂ. എൻ്റെ കൂടെ ഏറ്റു പറയണം. ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 10 വേഴ്സ് 36. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 36-ാം തിരുവചനം. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി, പറഞ്ഞേ, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ത് വേണമെന്ന്? സഹനശക്തി. ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടത് ഈ സഹനശക്തി, ആത്മവീര്യം നമുക്ക് വേണം. നമുക്കില്ലാതെ പോകുന്നതും ക്ഷീണിച്ചിരിക്കാൻ കാരണം, വിഷമിച്ചിരിക്കാൻ കാരണം ഈ ആത്മവീര്യം ഇല്ലാത്തത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ക്ഷീണിച്ചിരിക്കുന്നവര് ക്ഷീണിക്കാൻ കാരണം എന്താണ്? ആത്മവീര്യം ഉള്ളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, നീ ക്ഷീണിക്കാൻ കാരണം നിനക്ക് ആത്മവീര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ആഹാ, നീ ക്ഷീണിക്കാൻ കാരണം, നീ ഇങ്ങനെ ഓർത്തോർത്ത് വിഷമിച്ചിരിക്കാൻ കാരണം, കേട്ടോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പോവാണോ ചേച്ചി? പോയോ? ഇത് കേട്ടിട്ട് ഗുണം ചെയ്യും. മൊബൈലും കൊണ്ട് പോയതാ, ആരോ അത്യാവശ്യമായിട്ട് വിളിച്ചു. ഇങ്ങോട്ട് നോക്കിയേ. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മവീര്യം വേണമെന്ന്. ആത്മവീര്യം. അനുദിന ജീവിതത്തിൽ സഹനങ്ങളെ നേരിടാൻ നമുക്ക് വേണ്ടത് ഈ ആത്മവീര്യമാണ്. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ ദിവസം കുറച്ച് നാളായി പ്രാർത്ഥിക്കാൻ വന്ന ഒരു ഭാര്യ, 2 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം ഈ ഭാര്യ സങ്കടത്തോടെ പറഞ്ഞു, അച്ഛാ, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ വീട് നടക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഹസ്ബൻഡ്? ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല അച്ഛാ. അദ്ദേഹം കുറേ നാൾ വിദേശത്ത് ജോലി ചെയ്തതാണ്. നല്ല ശമ്പളമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം ഒരു പണിയും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ ഇവിടെ കിടന്ന് വല്ലാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അപ്പോൾ ഭർത്താവ് ഇപ്പം രാവിലെ അച്ഛാ
രാവിലെ ഞാൻ ഓഫീസിലോട്ട് കൊടുത്തൊരുങ്ങി പോകുമ്പോൾ കട്ടിലേ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോൾ അദ്ദേഹം സോഫയിൽ കിടക്കുന്നുണ്ട്. രാത്രിയിൽ ഞാൻ അടുക്കളയിലെ പണിയെല്ലാം ഒതുക്കുമ്പോൾ അദ്ദേഹം നിലത്ത് കിടക്കുന്നുണ്ട്. കിടപ്പാണ്, കിടപ്പിൻ്റെ പൊസിഷനേ മാറിയിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. രാവിലെ പോകുമ്പോൾ എവിടെ കിടപ്പുണ്ട്? കട്ടിലേ കിടപ്പുണ്ട്. തിരിച്ചു വരുമ്പോൾ എവിടെ കിടപ്പുണ്ട്? സോഫയിൽ കിടപ്പുണ്ട്. നിങ്ങളെക്കുറിച്ചല്ലെന്ന് ആ പാവം ചേച്ചി പറഞ്ഞ സങ്കട. ഇങ്ങോട്ട് നോക്കിക്കേ. ചിലർ ദൈവമേ ഇതെൻ്റെ കാര്യം എങ്ങനെ അച്ഛൻ അറിഞ്ഞു? നിങ്ങളെക്കുറിച്ചല്ല. രാവിലെ പോകുമ്പോൾ ഭർത്താവ് കട്ടിലേ കിടക്കുന്നു, ഉച്ച കഴിയുമ്പോൾ ദാണ്ടെ സോഫയിൽ കിടക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ നിലത്ത് കിടക്കുന്നു. ഇതാണ് അവസ്ഥ അച്ഛാ, ഇതാണ് അവസ്ഥ. 2 കുട്ടികളുണ്ട്. ഞാൻ പറഞ്ഞു വിവാഹ ജീവിതം ഇത് ദൈവം തന്നതാണ്, അതിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല. ദൈവം തന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത് ഞാനായിട്ട് തിരഞ്ഞെടുത്തതാണ്. 5 വർഷം പ്രണയിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു, ഇയാളുടെ സ്വഭാവം ഇങ്ങനെ മടിയനാണെന്ന്, ഉത്തരവാദിത്വം നോക്കില്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലായിരുന്നോ? എൻ്റെ അച്ഛാ, പ്രേമിച്ച കാലഘട്ടത്തിലുണ്ടല്ലോ ഇയാൾ എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയോ? എന്നെ കാണാൻ വേണ്ടി കിലോമീറ്ററുകൾ സൈക്കിളും ചവിട്ടി ബൈക്കിലൊക്കെ ഇയാൾ വരും. എന്നിട്ട് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകും. അന്ന് എൻ്റെ ഉള്ളിൽ ഇദ്ദേഹത്തെക്കുറിച്ചുണ്ടായിരുന്ന ചിത്രം എന്നാണെന്നറിയോ? ഇത്രയും കഷ്ടപ്പെടുന്ന ഒരാള് ഇപ്പോഴെന്താണ്? കട്ടിലേ കിടക്കുന്നു, സോഫയിൽ കിടക്കുന്നു, നിലത്ത് കിടക്കുന്നു. അപ്പം അതുകൊണ്ട് അച്ഛാ, തിരഞ്ഞെടുത്തത് ഞാനാ. അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെയും കുറ്റം പറയാനൊന്നും പറ്റത്തില്ല. തിരഞ്ഞെടുത്തത് ഞാനാ. എൻ്റെ അച്ഛൻ, എൻ്റെ പ്രശ്നം ഇതിനെ എങ്ങനെ കൊണ്ടു നടക്കും? ഇത് കളയാൻ പറ്റുമോ? വല്ല പട്ടിയും പൂച്ചയായിരുന്നെങ്കിൽ വല്ല പാലത്തിൻ്റെ അടിയിലോ വല്ല പറമ്പിലോ കൊണ്ട് ഇടായിരുന്നു. ഇത് അങ്ങനെ തയ്റ്റല്ലല്ലോ. എൻ്റെ അച്ഛൻ ഇതിനെന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യും? പിള്ളേരാണെങ്കിൽ വഷളായിട്ട് വരുന്നു. 2 എണ്ണം 24 മണിക്കൂർ മൊബൈൽ ഫോണിലാണ്. എന്നാൽ പിന്നെ അപ്പനല്ലേ ഒന്ന് നോക്കണ്ടേ ആ കുഞ്ഞുങ്ങളെ? അതൊന്നും ചെയ്യത്തുമില്ല. അച്ഛൻ, ഞാൻ വിഷമിച്ച് ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാനിത് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, സഹനം പൈസ കൊടുത്തൊന്നും മേടിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ളത് സഹനത്തെക്കുറിച്ചാണ് ചോദ്യം. അൽഫോനിസാമ എന്ത് ചെയ്തു? ഈശോയോട് ചോദിച്ചു, കെറുവാണോ നിനക്കിന്ന് എന്നോട് കെറുവാണോ? ഇന്നത്തെ ദിവസം എന്തേ സഹനം ഒന്നും തരാത്തത്? ഇതേതാ ഇത് പറയണത്? ഇന്നത്തെ ദിവസം ഒന്നും തരണ്ട, എൻ്റെ കയ്യിലുള്ള ഈ സഹനത്തെ ഞാൻ എന്നാ ചെയ്യുമെന്ന്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലുള്ള വിഷമാതാ. ഇപ്പൊ കയ്യിലിരിക്കുന്ന ഈ സഹനം ഞാൻ ഇതെന്നാ ചെയ്യും? എന്ത് ചെയ്യും? വല്ലാത്ത വിഷമം പിടിച്ച അവസ്ഥ. UK താമസിക്കുന്ന ഒരു മലയാളി കുടുംബം, വളരെ ഈശ്വരഭക്തിയിലൊക്കെ വളർന്നുകൊണ്ടിരുന്നതാ. ഇപ്പം ആ പെൺകുട്ടിയുണ്ട് മൂത്തത്. അത് വളർന്നു വന്നപ്പോഴത്തേക്ക് 18 വയസ്സ് തികഞ്ഞു. ആ നാട്ടിലെ ചില കൾച്ചറും ജീവിത രീതികളൊക്കെ ഉണ്ട്. കൂട്ടുകാരികളും കൂട്ടുകാരൊക്കെ ജീവിക്കുന്ന വേറൊരു പശ്ചാത്തലമുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ അവരവരുടെ കാര്യമൊക്കെ തേടി പോകുന്നു. മലയാളിയാണ്, UK അപ്പൻ്റെ അമ്മയ്ക്കും വലിയ സ്വപ്നങ്ങളാണ്. 18 വയസ്സ് തികഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് ചെറിയൊരു ബാഗിൻ്റെ അകത്ത് ഇച്ചിരി തുണിയൊക്കെ ആയിട്ട് പറഞ്ഞു, ടാറ്റ ബൈ ബൈ, ഞാൻ പോകുന്നു. അപ്പനും അമ്മയും ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ ഒരുത്തനെ ഇഷ്ടപ്പെട്ടു, ആഫ്രിക്കക്കാരനായി ഒരുത്തനെ ഇഷ്ടപ്പെട്ടു, ഞാൻ അവൻ്റെ കൂട്ടത്തിൽ പോകുന്നു. ഇവർ ചോദിച്ചു, എടി നീ ആഫ്രിക്കക്കാരനെ കണ്ടുള്ളൂ, നീ വേറെ ആരെയും കണ്ടില്ലേ? നിങ്ങൾ വർണ്ണവിവേചനം പറയരുത്. മകൾ അപ്പനോടും അമ്മയോടും. എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. ഈ പെണ്ണ് തമാശയാണെന്നാണ് വിചാരിച്ച് ഈ പറച്ചിലൊക്കെ. അപ്പനും അമ്മയും വിചാരിച്ച് ഇവള് പറ്റിക്കുക. കാരണം ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, ഇന്ന് വരെ കാണാത്തൊരു ബന്ധം. ഈ പെണ്ണ് ദേ പോയി, വൈകുന്നേരമായിട്ടും കാണുന്നില്ല. പ്രശ്നം രൂക്ഷമായി. അപ്പൻ അന്വേഷിച്ച്, ഈ പെൺകുട്ടി അന്വേഷിച്ചൊക്കെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു തെരുവിലാണ് ചെല്ലുന്നത്. അവിടെ ഒരു വീട്ടിലുണ്ട്, അത് വേറെ വർഗ്ഗക്കാർ താമസിക്കുന്ന സ്ഥലം. അവരെല്ലാവരും കൂടെ ഇയാളെ എടുത്തിട്ട് അങ്ങോട്ട് പെരുമാറി, തല്ലി. മകളെ അന്വേഷിച്ച് ചെന്ന അപ്പനെ തല്ലി. അതോടൊപ്പം തന്നെ മകളുടെ ഒരു മെസ്സേജും വന്നു, ഇനി നിങ്ങൾ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. അതിനോട് ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു റിപ്പോർട്ട് വന്നു, നിങ്ങൾ നിങ്ങളുടെ മകളെ ശല്യപ്പെടുത്തുന്നു, ഇനി നിങ്ങൾ ശല്യപ്പെടുത്തരുത്, അവൾക്ക് അവളുടെ ജീവിതമുണ്ട്, ശല്യപ്പെടുത്തരുത്. അപ്പനും അമ്മയും കിടന്നുകൊണ്ട് കരച്ചിൽ. എന്നതാ ചെയ്യണ്ടേ? സങ്കടത്തോട് സങ്കടം. ചോദിക്കാൻ ചെന്ന അപ്പനെ തല്ലി. അവരോട് എതിരിടാനുള്ള ശേഷിയൊന്നും ഈ അപ്പനൊന്നും ഇല്ല. വളരെ പാവപ്പെട്ട മനുഷ്യരാണ്, ഇംഗ്ലണ്ടിൽ എത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ജീവിതത്തിൻ്റെ സങ്കടം അങ്ങേയറ്റം. ദിവസങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു, ഇവരുടെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കുന്നവരൊക്കെ പറയുന്നു, നിങ്ങൾ വിഷമിക്കേണ്ട, കർത്താവ് ഒരു വഴി തുറക്കും. ഒരു ദിവസം ബാഗുമായിട്ട് പോയ പെണ്ണ് തിരിച്ച് ഇങ്ങോട്ട് കയറി വന്നു. എന്നിട്ട് അപ്പൻ്റെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു,
എന്നോട് ക്ഷമിക്കണം, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, എനിക്ക് അങ്ങനെ തോന്നി, ഞാൻ പോയി. ഈ അമ്മ എന്നോട് ചോദിച്ച ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. അച്ഛാ, കളയാൻ പറ്റുമോ അച്ഛാ? കളയാൻ പറ്റുമോ? സ്വന്തം മകളല്ലേ, നൊന്ത് പെറ്റ കൊച്ചല്ലേ അച്ഛാ, ഞാനതിനെ എന്ത് ചെയ്യും അച്ഛാ? സ്നേഹത്തോടെ സ്വീകരിച്ച് നിർത്തിയിരിക്കും നെഞ്ചിൽ ആദി. ഞാനിത് പറയുമ്പോഴത്തേക്ക് അങ്ങ് ദൂരങ്ങളിലുള്ള കഥകൾ ഉപകഥകളൊന്നും അല്ലെന്ന്, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യം. എന്നതാ ചെയ്യേണ്ടെന്ന്? സഹനം. ഇത് പൊതുവെ ചോദിച്ചൊന്നും മേടിച്ചിട്ടുള്ള ഉള്ള സഹനത്തെക്കുറിച്ചാ. ഈ ഉള്ള സഹനത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? പിടുത്തം കിട്ടുന്നില്ല. വല്ലാത്ത വിഷമം, വല്ലാത്ത ഭാരം. മറ്റൊരു ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ ദിവസവും ഈ ദിവസങ്ങളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സങ്കടപ്പെട്ട്. അവൻ്റെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ വിദേശത്തൊക്കെ ജോലിക്ക് കൊണ്ടുപോയി. അവൻ്റെ ഭാര്യയുണ്ട്, അവർക്ക് ഒച്ചൊക്കെയായി, പക്ഷേ അവൾക്ക് നല്ല ജോലി. ഇപ്പം ഇവനോടൊരു മീച്ചമില്ല. ജോലി സ്ഥലത്തൊക്കെ ചെന്നപ്പോൾ ഇവനേക്കാൾ കാണാൻ കൊള്ളാവുന്ന കുറേ പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളുടെ ചിന്താഗതികളൊക്കെ മാറി. ഇയാളെക്കുറിച്ചൊരു ഒരു മീച്ചമില്ല. ആ വാക്കാണ് അയാൾ ഉദ്ദേശിച്ചത്. അച്ഛാ, എന്നെ ഒരു മീച്ചമില്ല, ഞാനൊരു കുടുംബനാഥൻ ഭർത്താവ്. അച്ഛാ, എന്നെ ഒന്ന് പരിഗണിക്കണ്ടേ? ഒരു കറിവേപ്പില പോലെ എന്നെ മാറ്റിയിട്ടിരിക്കുക. അവൾക്ക് പണമുണ്ട്, ജോലിയുണ്ട്, അവളുടെ പേരിലെ വിസ, ഞാൻ അവളുടെ കീഴിലാണ് നിന്നത്. ഇപ്പം എന്നെ വേണ്ട, ഇനി എന്തു ചെയ്യും? ഒരു കാലഘട്ടത്തിൽ അത്രയും സ്നേഹമായിരുന്നു, എന്നാൽ ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ എന്ത് ചെയ്യും? ഇട്ടിട്ട് പോകാൻ പറ്റുമോ? ഇത് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത്രമേൽ സഹനം നെഞ്ചോട് ചേർക്കപ്പെടുന്നവരുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത്രയും സ്നേഹിച്ച നിങ്ങളുടെ ജീവിതത്തിൽ, അത്രയും സ്നേഹിച്ച നിങ്ങൾ ഒരു വാക്കുപോലും പറയാതെ ചിലരൊക്കെ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയ വിഷമം, ഒരു പരിഗണന പോലും നൽകാതെ നിങ്ങൾ ഇട്ടിട്ട് പോയപ്പോൾ നിങ്ങളുടെ നെഞ്ചിലെ വിഷമം ആരോട് പറയാൻ? ശാരീരിക വേദനയെക്കാളും വലുതാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമം. ഇവിടെയാണ് വിശുദ്ധ അൽഫോൻസാമ നമുക്ക് നൽകുന്ന മാതൃക, ആത്മധൈര്യം. വലതുകര ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെ അൽഫോൻസാമ നമ്മളോട് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നൊരു കുഞ്ഞു കാര്യം പറയട്ടെ. നിങ്ങൾ സ്നേഹിക്കാൻ നിങ്ങൾ തുടങ്ങുന്നുണ്ടോ? സഹിക്കാൻ നിങ്ങൾ തുടങ്ങിക്കണം. സ്നേഹിക്കാൻ, നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കാൻ, നിങ്ങൾ ഏതെങ്കിലും ജീവിത അവസ്ഥയെ സ്നേഹിക്കാൻ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ സഹിക്കാൻ, ഭാരം ചുമക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സ്നേഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ? സഹിക്കാൻ തീരുമാനിക്കണം. കാരണം സഹനമില്ലാതെ സ്നേഹമില്ല. കാരണം എന്താണ്? സഹനമില്ലാതെ സ്നേഹമില്ല. നിങ്ങൾ ആരെയെങ്കിലും ഈ ഭൂമിയിൽ സ്നേഹിക്കാനോ നിങ്ങളുടെ ജീവിത പശ്ചാത്തലങ്ങളെ നിങ്ങളൊന്ന് സ്നേഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം, ഈ സ്നേഹം എന്നുള്ളത് വെളിപ്പെടുന്ന സഹനത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമുക്ക് പരിചിതമായ ഒരു വചനം ഉണ്ടല്ലോ, ഒന്ന് വായിച്ചാലോ? ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 16 ഒന്ന് വായിച്ചേ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കണ്ടോ, സ്നേഹമാണ് സ്നേഹം. സ്വർഗസ്ഥനായ പിതാവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ഉത്തരമാണ് ആര്? പുത്രനായ ഈശോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹമുണ്ടോ എങ്കിൽ ഉറപ്പിച്ചു കൊള്ളണം, ആ സ്നേഹത്തോട് ചേർന്ന് എന്തുണ്ട്? സഹനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഫസ്റ്റ് ജോൺ, യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം തിരുവചനം 4:10 അവിടെ യോഹന്നാൻ ശ്ലീഹ ഒരു നല്ല കാര്യം നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ? നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. സ്നേഹത്തെക്കുറിച്ച് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ് ഏറ്റവും നല്ല ഒരു ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾ എവിടെയെങ്കിലും ഡെഫിനിഷൻ കേട്ടിട്ടുണ്ടോ? സ്നേഹം എന്താണ് സ്നേഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൃത്യമായ ഒരു ഡെഫിനിഷൻ? പക്ഷേ
യോഹന്നാൻ ശ്ലീഹ ഇതാ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളോട് പറയാണ്, സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമാണ്. സ്നേഹത്തിന് കൃത്യമായൊരു ഡെഫിനിഷൻ കൊടുത്ത യോഹന്നാൻ ശ്ലീഹ പറയാണ്, സ്നേഹം സമം ദൈവം. എന്നിട്ട് ഈ ദൈവത്തെക്കുറിച്ച് പറയുവാണ്, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അർത്ഥം സഹിക്കാൻ തീരുമാനിക്കണം. അല്ലാതെ നമ്മളോട് ആരോടും എനിക്ക് നിന്നെ സ്നേഹമുണ്ട് എന്ന് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ സഹനം വരുമ്പോൾ ഓടിപ്പോകുന്നതല്ല, മറിച്ച് നിങ്ങൾ ഒരാളെ അല്ലെങ്കിൽ ഒരു ജീവിത സാഹചര്യത്തെ സ്നേഹിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ഘടകമാണ് സഹനം. ഒരാളെ കൂടുതൽ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ എന്താണ് അർത്ഥം? കൂടുതൽ സഹനം ഏറ്റെടുക്കാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിച്ചവരൊന്ന് കൈ പൊക്കിക്കേ. സംശയമാണോ? പൊക്ക് കൈ. കല്യാണം കഴിച്ചപ്പോൾ പരിശുദ്ധ കൈ താത്തണ്ട, ഇങ്ങനെ പിടിച്ചോ. വിവാഹ അൾത്താരുടെ മുമ്പിൽ വിവാഹ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത തീരുമാനം അയാളെ സ്നേഹിക്കാനാണ്, അല്ലേ? അല്ലേ? അപ്പോൾ ചെങ്കടൽ കടന്നിട്ട്, കാരണം എന്താ? കടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ വലിയ ഒരു ആത്മധൈര്യം സംഭവിക്കപ്പെട്ട് കഴിഞ്ഞു. കടക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ അവസ്ഥ വളരെ ഭാരപ്പെട്ടതായിരുന്നു. ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വഭാവ രീതികളിൽ, അവരുടെ ചിന്താഗതികളിൽ മാറ്റം സംഭവിച്ചു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കടന്നു പോകുന്ന ഏതൊരവസ്ഥയും നമ്മുടെ ഉള്ളിൽ ശക്തമായ മാറ്റം നമുക്ക് നൽകുന്നുണ്ട്. സഹനം നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സഹനം നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു കൊടുത്തേ. സഹനം നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതോടൊപ്പം നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ ഈ ചില കാര്യങ്ങൾ വിശുദ്ധ അൽഫോൻസാമ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വരും. തലയ്ക്കകത്ത് ഇങ്ങനെ ഇൻജക്ട് ചെയ്ത് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ സഹനം, ഇത് സ്നേഹത്തിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് മാറും? നിരാശ മാറും. മറ്റൊന്ന്, നമ്മുടെ സ്വഭാവ രീതി മാറും. മൂന്നാമതൊരു കാര്യം എന്താണെന്നറിയോ? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ നിനക്കൊരു സഹനവും ഉണ്ടായിട്ടില്ലെന്ന്. പെർമിഷൻ ഫ്രം ഗോഡ്. ദൈവം അനുവാദം കൊടുക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു സഹനവും വന്നിട്ടില്ല. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, ദൈവം അറിയാതെ നിനക്ക് സഹനം ഒന്നും വന്നിട്ടില്ല. പറഞ്ഞു കൊടുത്തേ, ദൈവം അറിയാതെ സഹനമൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പീഡകളുണ്ട്. പൈശാചിക പീഡകൾ എന്ന പിശാച് നമ്മളെ പലതരത്തിൽ ആക്രമിക്കും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് പിശാചിന് നമ്മുടെ അകത്തോട്ട് വരാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ച് നടക്കുക. ദൈവം ഒരു പെർമിഷൻ കൊടുത്തിട്ടാണ്, ഓക്കെ പോട്ടെ, ഇവന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കപ്പെടുന്നുണ്ട്, നിനക്കത് നേരിടാനുള്ള കരുത്തുണ്ട് എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചൊരു വചനം 1 കൊരിന്തോസ് 10:13 ഓർത്താൽ മതി. ഈ കാര്യം നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. 1 കൊരിന്തോസ് 10:13 ഏതാണ്? മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രശ്നവും നിനക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുന്ന് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് എന്ത്? നിനക്ക് ഇതിനെ നേരിടാൻ പറ്റും, ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും, നിന്നെ കൊണ്ട് പറ്റും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് പറ്റും. യെസ്, നീ ചിന്തിക്കുന്ന അയ്യോ പത്തോ തീർന്നേ, അല്ലല്ല, നിന്നെ കൊണ്ട് പറ്റും. ഇതിനെ കൈകാര്യം ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റും. ഹല്ലേലൂയാ. എന്നിട്ട് ഒരു വചനം കൂടെ അതിന്റെ കൂടെ പറഞ്ഞിട്ട് വായിച്ചേ. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നിനക്ക് ശക്തി നിനക്ക് നൽകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മൾ വിശ്വസിച്ചോണം. ദൈവം അനുവദിക്കാതെ കുരിശിൽ കടന്ന ഈശോ, ദൈവത്തിന്റെ അനുവാദം, പിതാവായ ദൈവത്തിന്റെ അനുവാദം ഇല്ലേ? ഉണ്ടോ?
ഒച്ചത്തി പറഞ്ഞേ, കേൾക്കത്തില്ല. ഉണ്ടോ? ഉണ്ടെന്ന്. ഈശോ കിടന്നുകൊണ്ട് കണ്ണുനീരോട് വിളിക്കുക, അപ്പാ എന്ന് വിളിക്കുക. അഗ്രസീവ് സൈലൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇത്രേ നിശബ്ദത, ദൈവം ഒന്നും പറയണില്ലെന്ന്. ഇതെന്നാ പരിപാടി? ഇത്രയും നാള് സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പനൊന്നും മിണ്ടണില്ലെന്ന് കുരിശേ കടന്നുകൊണ്ട് പുത്രൻ വിളിക്കുകയാണ്, അപ്പാ ഇതെന്നാ പരിപാടി, എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് വിളിക്കുന്നു. അഗ്രസീവ് സൈലൻസ് ആണ്. ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ദൈവം അനുവദിച്ചിട്ടാ. എന്തിനാ? ഫോർ ഗ്രേറ്റർ ഗ്ലോറി. നിന്നിലൂടെ ചില കാര്യങ്ങൾ സംഭവിക്കപ്പെടാൻ ദൈവം തെരഞ്ഞെടുത്തതാണ് നിന്നെ. നിന്നിലൂടെ ഒരു പരിഹാര ബലിയാവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയാണെങ്കിൽ വിശ്വസിച്ചോണം, ദോഷമായിട്ടൊന്നും സംഭവിക്കില്ല. ദോഷമായിട്ടൊന്നും സംഭവിക്കില്ല. പറഞ്ഞേ, എനിക്ക് ഓരോരുത്തരും പറ, എനിക്ക് ദോഷമായിട്ട് ഒന്നും സംഭവിക്കില്ല. ഓരോരുത്തരും വിശ്വസിച്ചു, എനിക്ക് ദോഷമായിട്ടൊന്നും സംഭവിക്കില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, ഇത് പ്രായോഗികമായി, ഇതൊക്കെ ആശയങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ആശയങ്ങൾ വ്യക്തിയായ യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ നിർത്തിക്കൊണ്ട് പ്രായോഗികമായി എല്ലാ ദിവസവും പരിശീലിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്നറിയോ? നമ്മുടെ എല്ലാ ദിവസത്തെയും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ അനുദിന സഹനങ്ങൾ, ഭാരങ്ങൾ സമർപ്പിക്കണം. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധ കുർബാന നിനക്ക് ആത്മബലം നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ പ്രായോഗിക പരിശീലനം ചെയ്യേണ്ട കാര്യമാണ്. അല്ലാതെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കാനല്ല, മറിച്ച് ഈ പരാതിയെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ ചെയ്യേണ്ട പ്രായോഗികമായ ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ നിയോഗം, നമ്മുടെ ഈ സഹനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും ഒരു കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം. നോമ്പ് കാലത്ത് ചെല്ലേണ്ടത് മാത്രമല്ല കുരിശിൻ്റെ വഴി, മറിച്ച് എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് 14 സ്ഥലങ്ങൾ, യേശു കടന്നുപോയ 14 സ്ഥലങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. ഇത് ഞാൻ പറയുന്നത് ആരെങ്കിലും ജീവിതം സഹനമാണ് എന്ന് കരുതി നരകയാതന കൂടുതൽ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സഹിക്കാൻ തീരുമാനിക്കണം. കാരണം സ്നേഹം വെളിപ്പെടുന്നത് സഹനത്തിലാണ്, കുരിശിലാണ്. ആ കുരിശിൽ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. ഇതല്ലാതെ വേറെ ഏതെല്ലാം ചിന്തകളുമായി നിങ്ങൾ ഓടി നടന്നാലും അവിടെയെല്ലാം ഭാരപ്പെടും. ഈശോ നിന്നെ ക്ഷണിക്കുന്നത് ഈ വലിയ സ്നേഹാനുഭവത്തിനാണ്. ശ്രദ്ധിപ്പന്നെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു 3 ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നിൽക്കുന്ന വിശുദ്ധ അൽഫോൻസാമ, ഇതൊരു വിളിയാണ്. എനിക്കും നിനക്കും ഒരുക്കപ്പെട്ട ഒരു വിളിയാണ്. കുരിശിലേക്ക് നോക്കി ജീവിതത്തെ കൃത്യമായി നിർവചിക്കണം. മനുഷ്യരെ നോക്കരുത്, ലോകത്തെ നോക്കരുത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ട് വിഷമിക്കും, അസ്വസ്ഥരാകും. കരങ്ങൾ കൂപ്പുക. ജീവിതത്തിലെ ഏതൊരു അനുഭവത്തെയും കുരിശോട് നോക്കി നിർവചിച്ചോണം, കുരിശോട് നോക്കി ഉത്തരം കണ്ടിക്കണം. അതാണ് വിശുദ്ധ അൽഫോൻസാമ എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിലും വിശ്വസിക്കാം. ഞാനിന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയും കുരിശോട് നോക്കി പരിശുദ്ധ അൾത്താരിൽ നിന്നുള്ള കൃപയിൽ ഞാൻ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു. ആ പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്ക് ആരാധന.